ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അത് നിങ്ങളിലോട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആരോഗ്യരംഗത്തെ 40 വർഷത്തോളം പഴക്കമുള്ള ഹൈറേഞ്ച് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും വിവരങ്ങളും നമുക്ക് അകത്തു പോയി മനസ്സിലാക്കാം. നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് റിസപ്ഷന്. ഇവിടെ ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട്. ഹായ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ ഒരു മേഡം ഉണ്ട്. നമുക്ക് മേഡത്തിനെ പരിചയപ്പെടാം. ഹലോ മേഡം, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ഷഹന. ഷഹന. ഇവിടെ എന്ത് ഡിപ്പാർട്ട്മെന്റിലാണ് മേഡം? ഞാൻ ഇവിടെ HR സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. സെക്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലയിലുള്ള ഡോക്ടർമാർ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്? നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക്, പിന്നെ ഡയാലിസിസ്, 24 hours കാഷ്വാലിറ്റി, പിന്നെ ഓർത്തോപീഡിക്. ഡയാലിസിനൊക്കെ ഇവിടെ ഒരുപാട് ഒരു വർഷം 1500 രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചെയ്യും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വൃക്ക രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് വർഷത്തില് 1500ഓളം വൃക്ക രോഗികൾക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സെക്ഷനിലോട്ടും ഒന്ന് പോവാം. ഇതുണ്ടോ, വെൽക്കം ടു ദ ഹോം ഓഫ് ഹൈ റേഞ്ച് ഹോസ്പിറ്റൽ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ഒന്നായ ഗൈനക്കോളജി വിഭാഗത്തിൽ പുതിയതായിട്ട് ചാർജ് എടുത്താണ് ഡോക്ടർ വത്സമ്മ കുര്യൻ. ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകാൻ സാക്ഷ്യം വഹിച്ച പ്രഗത്ഭയാണ് ഈ ഡോക്ടർ. 35 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് കേട്ടോ. ഇപ്പൊ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം വരെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ അവൈലബിൾ ആണ്. കുട്ടികൾക്കായിട്ടുള്ള പീഡിയാട്രീഷ്യനാണ് ഡോക്ടർ ലൈല തോമസ്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് കുട്ടികൾക്കായിട്ടുള്ള പീഡിയാട്രീഷ്യൻ. അതിൽ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ ലൈല തോമസ്. ഇന്നും ഇവിടെ അവൈലബിൾ ആണ്. ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ സതീഷ് BN. അതുപോലെ തന്നെ ഇന്നത്തെ ജീവിതശൈലി രോഗമായ ഏറ്റവും വെല്ലുവിളിയാണ് ഡയബറ്റീസ്. അതിൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്പെഷ്യലിസ്റ്റായ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ തോമസ് നരിയൻ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ലബോറട്ടറി സെക്ഷനാണ്. അതുപോലെ തന്നെ എക്സ്റേ യൂണിറ്റ് ആണ്. ഇതെല്ലാം ഇവിടെ 24 hours അവൈലബിൾ ആണ് കേട്ടോ. ഇതിവിടുത്തെ ICU യൂണിറ്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. നോക്കിയേ, ഇതാണ് കാഷ്വാലിറ്റി യൂണിറ്റ്. ഈ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തായതുകൊണ്ട് എമർജൻസി ആയിട്ട് എന്ത് വന്നാലും ഈസി ആക്സസ് ആയിട്ട് ആൾക്കാർക്ക് കൊണ്ടുവരാനും അവർക്ക് പ്രാഥമിക ചികിത്സ കൊടുക്കാനും ഇവിടെ സാധ്യമാണ്. ആവശ്യമെങ്കിൽ മാത്രം മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലത്തോട്ട് പ്രിഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. മാഡം, നമുക്ക് അടുത്തായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാനുള്ളത്? അടുത്തതായിട്ട് മെയിനായിട്ട് കാണാനുള്ളത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ, NICU, പോസ്റ്റ് ഓപ്പ് തുടങ്ങിയ യൂണിറ്റുകളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രാപ്തരായിട്ടുള്ള നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് റീന സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററെ നമുക്ക് വിളിക്കാം. ഓക്കെ. ഹലോ മാഡം, നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്നെ പ്രേക്ഷകരെ ഇവിടുത്തെ അത്യാധുനികമായിട്ട് നവീകരിച്ച ഈ ലേബർ റൂമിനെ പറ്റി ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കൊടുക്കാമോ? ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ നവീകരിച്ച ലേബർ റൂമാണിത്. 24 മണിക്കൂർ സർവീസ് ഉണ്ട്. പുതിയതായുള്ള ലേബർ കോട്ടുകൾ, അത്യാധുനിക സൗകര്യങ്ങളുള്ള NICU, പോസ്റ്റ് ഓപ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ലേബർ റൂം. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാം. അത് തൊട്ടപ്പുറത്തുണ്ട്. നമ്മുടെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ മോഡുലാർ കൺസെപ്റ്റിലാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. 2 ഓപ്പറേഷൻ തിയേറ്ററാണ് ഉള്ളിലുള്ളത്. ഓർത്തോപെഡിക് സർജറിക്ക് വേണ്ടിയും ഗൈനക്കോളജി ആൻഡ് ജനറൽ സർജറിക്ക് വേണ്ടിയും എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മുടെ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ജനങ്ങൾക്ക് അത് ഏറ്റവും മാക്സിമം പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. ഓക്കെ, താങ്ക് യു. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമോ മാഡം? ഒരു ഡോർ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അത് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ. ഇത് ഫസ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ. ഇത് ഗൈനക്കിന് വേണ്ടിയും സർജറിക്ക് വേണ്ടിയും കൂടെ ഗൈനക സർജറിക്ക് വേണ്ടിയിട്ടാണ്. അടുത്തതായി കാണുന്നതാണ് ഓർത്തോപെഡിക്കിന്റെ ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് റെഗുലറായി ഓർത്തോയുടെയും ഗൈനക്കിന്റെയും സർജറികൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള ഓപ്പറേഷൻ തിയേറ്ററാണ് നമ്മുടെ ഇത്. അടുത്തതായി നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം കാണാം. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം.
നമ്മുടെ സർജറി കഴിഞ്ഞ് പേഷ്യന്റിനെ കിടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം. ഓക്കെ. അടുത്തതായി നമുക്ക് കാണാനുള്ളത് നമ്മുടെ NICU ആണ്. NICU അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ NICU. ഓക്കെ. NICUയിൽ കുഞ്ഞുങ്ങളെ ഡെലിവറി കഴിഞ്ഞ ഉടനെ കിടത്തുന്ന സ്ഥലമാണ് NICU. NICUവിന് വേണ്ടിയ എല്ലാ ഉപകരണങ്ങളും നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ വർഷത്തിൽ 1500ഓളം വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അകത്ത് പോയി ആ ഡയാലിസിസ് യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ്. ഇവിടുത്തെ സേവനങ്ങൾ ജനറൽ മെഡിസിൻ, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, വൃക്കരോഗ വിഭാഗം അഥവാ ഡയാലിസിസ്, റേഡിയോളജി വിഭാഗം, കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷയുള്ള എല്ലാ രോഗികൾക്കും തികച്ചും സൗജന്യ ചികിത്സ ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം ജനറൽ സർജറി വിഭാഗം ഉടൻ ആരംഭിക്കുന്നതാണ്. വേറെ രോഗികൾക്കായിട്ട് 200ഓളം ബെഡുകൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. കേരള സർക്കാരിന്റെ ഇൻഷുറൻസ് പരിരക്ഷയായ മെഡിസപ്പ് ഇൻഷുറൻസും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഹൈറേഞ്ച് ഹോസ്പിറ്റലിന്റെ അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ. തികച്ചും ആധുനിക സാങ്കേതിക സജ്ജീകരണങ്ങളോട് കൂടിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. എന്തായാലും നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇവിടുത്തെ MD ആണ്. സാർ നമസ്കാരം. നമസ്കാരം. എന്താ സാറിന്റെ പേര്? എൻ്റെ പേര് ജമാലുദ്ദീൻ. സാറിന്റെ നാട് ശരിക്കും? നാട് ഇത് തന്നെ എടക്കുന്നമാണല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ സവിശേഷതകളും കാര്യങ്ങളും സാറിന് എന്താ പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകരോട്? ഹൈറേഞ്ച് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്. കോവിഡ് കാലത്ത് സൗജന്യ രീതിയിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ചികിത്സാ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഈ ഹൈറേഞ്ച് ഹോസ്പിറ്റലിൽ ലഭ്യമാകും. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളോ ട്രസ്റ്റോ മറ്റ് ഒന്നിൻ്റെയും കീഴിലുള്ളതല്ല ഈ ഹൈറേഞ്ച് ഹോസ്പിറ്റലിൽ. ഒരു വ്യക്തിയുടെ, അതായത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനും വേണ്ടി മാത്രം ഒരു വ്യക്തി കെട്ടിപ്പടുത്തെടുത്തൊരു പ്രസ്ഥാനമാണ്. അത് ജമാലുദ്ദീൻ സാറാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ നജീബ് സാറിനെയാണ്. സാറേ നമസ്കാരം. യെസ് സാർ, എന്താണ് നമുക്ക് ഈ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാണ്. അതിൻ്റെ പുരോഗതി, അതിൻ്റെ വളർച്ച, ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂടുതലായിട്ട് ഒന്നും പറയാൻ എനിക്കില്ല. ഒരു വസ്തുത എന്താണെന്നാൽ എല്ലാ രീതിയിലുള്ള മികച്ച സൗകര്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് കൈയെത്താവുന്ന ദൂരത്ത് ഹൈറേഞ്ച് ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ വിശാലമായ ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതിലുപരി ഇവിടുത്തെ ഡയാലിസിസ് സംവിധാനം സൗജന്യ നിരക്കിൽ സൗജന്യമായും ഏതാണ്ട് 1500ഓളം ഡയാലിസിസുകൾ പ്രതിവർഷം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ അഭിമാന നേട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഏതായാലും ഹൈറേഞ്ചിലെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് നമ്മുടെ ഹൈറേഞ്ച് ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചതും. ഇവിടുത്തെ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം നിങ്ങളെ അറിയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ വന്നത്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ സാധാരണക്കാരായ പാറത്തോട്ടിലുള്ള ആൾക്കാർക്കും ഈ വീഡിയോ കാണുന്നവർക്കും പരമാവധി പ്രയോജനപ്പെടട്ടെ. എന്തായാലും നമ്മുടെ ഹൈറേഞ്ച് ഹോസ്പിറ്റൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്.